വിവാഹ ദിവസങ്ങളിൽ നടന്ന ചില രസകരമായ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വരന്റെ പ്രായമൊരൽപ്പം കൂടിപ്പോയോ എന്ന് ബന്ധുക്കൾ ചോദിക്കുന്നുണ്ട്. പ്രായത്തിൽ കൂടും. താലി കെട്ടുന്ന സമയത്ത് കാണാൻ കൊള്ളാവുന്ന കൂട്ടുകാരികളെ അടുത്തു നിർത്തിയാൽ ഇങ്ങനെയിരിക്കും. അച്ഛന്റെ പ്രായമുള്ള ആളെ കിട്ടുന്നതാണ് ഇപ്പോൾ ട്രെൻഡ് എന്ന് തോന്നുന്നു. ഇതിൽ ആരാണാവോ കല്യാണ ചെക്കൻ? ഇതെന്താ യൂണിഫോമാ? രമേശിന്റെ ഇടയിൽ നിന്നാ മരിച്ചേ? പറഞ്ഞില്ല തെണ്ടി. കല്യാണത്തിന്റെ തിരക്കിലും കൂട്ടുകാരുടെ കൂടെ ലുഡോ കളിക്കാൻ കാണിച്ച മനസ്സ് ആരും കാണാതെ പോകരുത്. മഴയല്ല, ഇനി സുനാമി വന്നാലും കല്യാണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ടേ പോവുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. വിവാഹ തലേന്ന് മൈലാഞ്ചിയിട്ട ശേഷം ഒന്ന് ഉറങ്ങിയതാണ്. എന്ത് വിധീത്, വല്ലാത്ത ചതീത്. കുറച്ച് കാത്തിരുന്നാലെന്താ, നല്ല സുന്ദരിയായ വധുവിനെ കിട്ടിയില്ലേ എന്നാണ് നമ്മുടെ വരൻ പറയുന്നത്. എനിക്കിതൊന്നും കണ്ടെടുക്കാൻ പറ്റില്ല, ഞാൻ പോണേണ്. മുഖം തുടയ്ക്കാൻ ടിഷ്യൂ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ചപ്പാത്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്നാണ് മാമൻ പറയുന്നത്. സിഗരറ്റ് കമ്പനി മുതലാളിയുടെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോയാൽ ഇതായിരിക്കും അവസ്ഥ. ഒരേ പന്തലിൽ 2 കല്യാണം എന്ന് കേട്ടിട്ടേയുള്ളൂ, ഇപ്പോൾ കണ്ടു. ഇത് വല്ല അന്യഗ്രഹ ജീവി എങ്ങാനും ആണോ എന്നാണ് ബന്ധുക്കൾ ചോദിക്കുന്നത്. കല്യാണ വീട്ടിൽ ഫുഡ് കഴിക്കാൻ ടേബിൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. മേക്കപ്പ് വളരെ കുറച്ചാണ് ചെയ്തത് എന്നാണ് ഇവൾ പറയുന്നത്. ആദ്യമായി താലി കെട്ടുന്നത് കൊണ്ടായിരിക്കണം താലി കഴുത്തിലൂടെ ഇടാൻ മറന്നുപോയത്. പൂക്കച്ചവടക്കാരന്റെ കല്യാണം എങ്ങനെ ഉണ്ടാവും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇയാൾ. ഇതെന്ത് ജീവൻ എന്റെ ഈശ്വര! പ്രണയത്തിന് വയസ്സ് ഒരു തടസ്സമേ അല്ല എന്നാണ് ഇവൾ പറയുന്നത്. വരന് ആകെ 70 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്നും അവൾ പറയുന്നുണ്ട്. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ. വിവാഹത്തിന് മറ്റുള്ളവരുടെ കാല് തൊട്ട് ആശീർവാദം വാങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ നമ്മുടെ വരൻ ചെയ്തത് നോക്കൂ. മറ്റുള്ളവരുടെ കാല് തൊടാൻ മടി ആയതുകൊണ്ട് സ്വന്തം കാലിൽ തൊട്ടാണ് ആശീർവാദം വാങ്ങുന്നത്.
കല്യാണം കഴിഞ്ഞ് വരന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വധു കരയുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ താലികെട്ടിന് മുമ്പ് തന്നെ കരയുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്തായാലും ഫോട്ടോ എടുക്കണമെന്നാണ് ഇവർ പറയുന്നത്. അത് ഇത്ര വലിയ ഗിഫ്റ്റ് ആകും എന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല. താലികെട്ടുന്ന സമയത്ത് വരന്റെ കൂട്ടുകാർ ചേർന്ന് ചെറിയ പണി കൊടുക്കാൻ നോക്കിയതാണ്. എന്തായാലും അവന് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും അവൻ ആരെയും പൊക്കാൻ പോകില്ല എന്ന് കരുതാം. ഇത്രയും നല്ല കൂട്ടുകാരെ കിട്ടിയത് വരന്റെ ഭാഗ്യമാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തെന്നാൽ ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ സാധനങ്ങളും ഗിഫ്റ്റ് ആയി കൊടുത്തിട്ടുണ്ട്. कितनी एज है भाई आपकी? हमें 21 है। और इनकी कितनी एज है? 52। तो भाई अपने വരന് വയസ്സ് 21, വധുവിന് വയസ്സ് 52. ഇത്രയും ബെസ്റ്റ് കപ്പിൾസിനെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. മധുരം കൊടുക്കൽ ചടങ്ങിൽ വെച്ച് വരൻ കഴിച്ചതിന്റെ ബാക്കി വധു കഴിക്കാൻ കൂട്ടാക്കിയില്ല. എന്നാൽ നീ കഴിച്ചിട്ട് പോയാ മതി എന്ന നിലപാടാണ് നമ്മുടെ വരൻ്റെത്. കല്യാണത്തിന്റെ ടെൻഷൻ കൊണ്ടാവണം വരൻ സ്വന്തം കഴുത്തിലേക്ക് താലി കെട്ടാൻ പോയത്. ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമുക്കിന്ന് പോണ്ടേ? ഡ്രോണിന് ജോലി കൂടി. ഇനി വീഡിയോ എടുത്താൽ മാത്രം പോരാ, കല്യാണത്തിന്റെ മാല എത്തിച്ചു കൊടുക്കുകയും വേണം. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. വധുവിന്റെ ഫ്രണ്ട്സ് ചേർന്ന് ഒരു പണി കൊടുക്കാൻ നോക്കിയതാണ്. എന്നാൽ ഇതല്ല ഇതിനപ്പുറവും കണ്ടിട്ടാണ് വരുന്നത് എന്നാണ് വരൻ പറയുന്നത്.